ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ ഒൺലി വൺ സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ലൂ എല്ലാവർക്കും ഹിസ്റ്ററി ക്ലാസ് എടുക്കുന്നതാണ്. എന്നാൽ ആരും തന്നെ ക്ലാസ്സിൽ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഷെങ് പോലും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഷെങ് നോക്കിയപ്പോൾ ടിയാൻ്റെ മുഖം എന്തോ പോലെ ഇരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റിയും ചോദിക്കുകയാണ്. ടിയാനപ്പോൾ എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവരുടെ ക്ലാസ് ടീച്ചർ ഹീയുടെ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഹീ ക്ലാസ്സിലേക്ക് വരുന്നതാണ്. ആ സമയം ഷെങ് ഹീ കാണാതെ അവൻ്റെ മുഖം ബുക്ക് വെച്ച് മറച്ചു പിടിക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, ഷെങ്ങിൻ്റെ കാര്യം ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. എന്നിട്ടും അവൻ സ്കൂളിൽ വന്നു. ഹീ അവനോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ്. എന്നിട്ടും അത് കേൾക്കാതെ ക്ലാസ്സിൽ വന്നാൽ തന്നെ ഹീ കാണാതിരിക്കാനാണ് ഷെങ് ബുക്ക് വെച്ചിട്ട് അവൻ്റെ മുഖം മറച്ചു പിടിച്ചത്. എന്നാൽ ഹീ ഷെങ്ങിനെ കണ്ടിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന ശേഷം നീ എന്തിനാ സ്കൂളിൽ വന്നത്, 15 ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഷെങ്ങിനോട് വീട്ടിലേക്ക് പോകാൻ പറയുകയാണ്. ഷെങ് അപ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാമെന്ന് പറയുന്നുണ്ട്. ഹീ ഇത് കേട്ടിട്ട് നിൻ്റെ ഹോസ്റ്റൽ റൂം എത്രാമത്തെ നിലയിലാണെന്ന് ചോദിക്കുകയാണ്. ഷെങ് 5ാമത്തെ നിലയിലാണെന്ന് പറഞ്ഞപ്പോൾ ഹീ അവനോട് നിൻ്റെ ക്ലാസ് റൂം എത്രാമത്തെ നിലയിലാണെന്ന് ചോദിക്കുകയാണ്. 2ാം നിലയിലാണെന്ന് ഷെങ് അപ്പോൾ മറുപടി കൊടുക്കുന്നുണ്ട്. ആ സമയം നീയാണെങ്കിൽ എന്താ ഇവിടെ നിന്ന് ഇത്രയും നിലകളെല്ലാം കയറി ഇറങ്ങാനായിട്ട് പോവുകയാണോ, അതോ നിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും നിന്നെ എടുത്തുകൊണ്ട് പോകുമെന്ന് ചോദിക്കുകയാണ്. ഷെങ് അപ്പോൾ ടിയാനെന്ന് നോക്കുന്നുണ്ട്. ഇതേസമയം ഹീ നിനക്ക് കുളിക്കുമ്പോഴും ബാത്റൂം യൂസ് ചെയ്യുമ്പോഴൊക്കെ കൂട്ടിനൊരാൾ വേണ്ടേ, നീ ഇത്രയും നിലകൾ കയറി ഇറക്കുന്ന സമയത്ത് വീണ്ടും വീണാലോ, അതുകൊണ്ട് നീ വീട്ടിലേക്ക് തിരിച്ച് പോകുന്നു ഹീ അവനോട് പറയാണ്. അങ്ങനെ ഷെങ് ഓക്കെ സാർ ഞാൻ വീട്ടിലേക്ക് പൊക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബാഗ് എടുത്ത് പോകാനേ നിൽക്കുകയാണ്. ഗാവോ അപ്പോൾ ഞാൻ അവനെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ നിൽക്കുകയാണ്. പക്ഷേ സാറിനത് മനസ്സിലായിട്ട് നീ പോണ്ട, ടിയാൻ അവനെ കൊണ്ടുവിടുമെന്ന് പറഞ്ഞിട്ട് ടിയാൻ്റെ അടുത്ത് ഷെങ്ങിനെ കൊണ്ടുവിടാനായിട്ട് പറയാണ്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ സാറിനെയും ഗാവോയുടെ അടുത്ത് നീ ക്ലാസ്സിൽ നിന്ന് മുങ്ങാൻ നോക്കുമായിരുന്നല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ഷെങ് തിരിച്ച് വീട്ടിൽ വന്നതാണ്. അപ്പോൾ അവൻ്റെ ടീച്ചർ അവനെ കോൾ ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടീച്ചർ അവൻ്റെ അടുത്ത് സ്കൂളിൽ ക്ലാസ് എല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് നിനക്ക് അയച്ചു തരാം, അത് കേട്ട് പോർഷൻസ് എല്ലാം പഠിക്കാനായിട്ട് പറയുന്നുണ്ട്. ഷെങ് അപ്പോൾ സാറിനോട് താങ്ക്സ് പറയാണ്. സാർ അപ്പോൾ എന്നോടല്ല താങ്ക്സ് പറയണ്ടേ, ടിയാനാണ് എന്നെ ഈ കാര്യം ഓർമ്മിപ്പിച്ചത്. നിങ്ങളിപ്പോൾ ഒരു ഫാമിലിയാണ്, അവൻ നിൻ്റെ ബ്രദറാണ്, എന്നാലും ഈ കാര്യത്തിലൊക്കെ നീ അവനോട് താങ്ക്സ് പറയണമെന്ന് പറഞ്ഞിട്ട് സാറ് കോൾ കെട്ടിയാണ്. ഈ സമയം ടിയാൻ്റെ അമ്മ ഷെങ്ങിൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഞാൻ അകത്തേക്ക് വരട്ടേന്ന് ചോദിക്കുകയാണ്. ഷെങ് വന്നോളാനായിട്ട് പറഞ്ഞപ്പോൾ നമ്മുടെ ടിയാൻ്റെ അമ്മ അകത്തേക്ക് വന്നിട്ട് ഷെങ്ങിന് കഴിക്കാനായിട്ട് കുറേ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് നീ ഇത് കഴിക്ക്, പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ, നിനക്ക് ബാൻഡേജ് മാറ്റാനുള്ള സമയമായില്ലേ ഞാൻ മാറ്റി തരട്ടെ, നിനക്ക് എന്ത് ഫുഡ് വേണമെങ്കിൽ അത് ഉണ്ടാക്കി തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഷെങ് ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, എന്നെക്കുറിച്ച് അത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെങ്ങാണെങ്കിൽ ടിയാൻ്റെ അമ്മേനെ സമാധാനിപ്പിച്ച് തിരിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോൾ നമ്മുടെ ടിയാൻ്റെ അമ്മ അറിയാതെ ഫോൺ അവിടെ മറന്നു വെച്ചു. അങ്ങനെ ഷെങ് അത് കൊടുക്കാനായിട്ട് പതുക്കെ അവൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാണ്. നോക്കിയപ്പോൾ നമ്മുടെ ടിയാൻ്റെ അമ്മ ടിയാൻ്റെ റൂം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ടിയാൻ ഇപ്പോൾ ഹോസ്റ്റലിലായിട്ട് തന്നെ അവൻ്റെ അമ്മ അവനൊരാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷെങ് ടിയാൻ്റെ അമ്മയെ വിളിച്ചിട്ട് ഫോൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് ടിയാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നറിയാം, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പിന്നെ നമ്മളൊരു ഫാമിലി അല്ലേ, ഒട്ടും വിഷമിക്കണ്ട, ടിയാനാണെങ്കിൽ അവിടെ നല്ല ഹാപ്പിയാണ്, നിങ്ങളുടെ ലൈഫിൽ മുമ്പ് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ടിയാൻ എന്തായാലും ഇപ്പോൾ നല്ല ഹാപ്പിയാണ്, അക്കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ആണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടിയാൻ്റെ അമ്മേനെ ഷെങ് ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛനും ടിയാൻ്റെ അമ്മയെല്ലാം അടുത്ത ദിവസം ജോലിക്കൊക്കെ പോകുന്നതാണ്. ആ സമയം ഷെങ് വീട്ടിലൊറ്റയ്ക്കാണ്. ഇവൻ ബുക്ക് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പാട്ട് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീട് ഫുള്ള് നിശബ്ദത ആയതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ബോറടിക്കുകയാണ്. അങ്ങനെ എഴുന്നേറ്റ് അടങ്ങുന്ന സമയത്ത് തട്ടി വീഴാനൊക്കെ പോകുന്നുണ്ട്. ടിയാനെ മിസ് ചെയ്തിട്ട് ടിയാൻ്റെ റൂമിൽ ചെന്നിട്ട് അവിടെ അവൻ്റെ ബെഡിൽ ഇരിക്കുകയാണ്. ആ സമയം ടിയാന് നീ ഇത് എവിടെ, എനിക്ക് ഒരുപാട് ബോറടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. എന്നാൽ ടിയാൻ നോക്കുന്നില്ല. ആ സമയം ഷെങ് ഇനി അവൻ എക്സസൈസിലും എല്ലാം ആയിരിക്കുമോ, അതോ അവൻ ഫോൺ ക്ലാസ്സിൽ വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഷെങ്ങിനാണെങ്കിൽ തലയിലൊന്ന് സകല മെസ്സേജും ഇവ ഇങ്ങനെ ടിയാനെ നിരത്തി അയച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ബോറടിക്കുന്നു, ഞാൻ അവിടെ നിൽക്കൂല, ഞാൻ പോകുന്നു, ടിയാൻ എന്നൊക്കെ വിളിച്ചിട്ട് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ടിയാനെ കാണിക്കുമ്പോൾ ഇവനും പിന്നെ ഗാവോയും പിന്നെ അവരുടെ കൂടെയുള്ള ആ ഒരു പയ്യനും കൂടെ ആയിട്ട് ഇപ്പോൾ ഹോസ്റ്റലിലിരിക്കുകയാണ്. ആ സമയം അവിടെ കറണ്ട് പോയതുകൊണ്ട് തന്നെ ടിയാനാണെങ്കിൽ അവൻ്റെ ഫോണിൻ്റെ ലൈറ്റ് വെച്ച് പഠിക്കാനായിട്ട് വിചാരിക്കുകയാണ്. എന്നാൽ പിന്നീട് അവൻ ഗാവോയുടെ അടുത്തോട്ട് എഴുന്നേറ്റ് പോയിട്ട് എടാ നിൻ്റെയിലുള്ള ലൈറ്റ് വല്ലതും ഉണ്ടെങ്കിൽ തരാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയം ഗാവോ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കുന്ന അടിച്ചു വിളിക്കുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ നീ പഠിക്കാനുള്ള ശ്രമത്തിലാണോ, ഇത്രയ്ക്കിരുന്ന് പഠിക്കാൻ എന്താണ്, നീ ക്ലാസ് ഫസ്റ്റ് തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടിയാനാണെങ്കിൽ ഷെങ്ങാണെങ്കിൽ എനിക്ക് കുറേ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് അവന് ചെയ്യാനായിട്ട് കുറച്ച് കണക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാ എന്നൊക്കെ പറയാണ്. ആ സമയമാണ് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു പയ്യനൊരു കോൾ വരുന്നത്. ആളുടെ ഗേൾ ഫ്രണ്ടാണ് വിളിച്ചത്. അങ്ങനെ അവനാണെങ്കിൽ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നടന്ന് പോകുന്നുണ്ട്. ഈ സമയം ഗാവോ നമ്മുടെ ടിയാൻ ഉപയോഗിക്കാനായിട്ട് ഒരു ടോർച്ച് ലൈറ്റ് പോലെ സംഭവം എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ഷെങ്ങാണി വീണ്ടും ടിയാനെ മെസ്സേജ് ഇട്ട് ടിയാൻ എനിക്ക് ബോറടിക്കുന്നു എന്ന് പറയാണ്. അങ്ങനെ ആ സമയം ടിയാൻ
ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷെങ് നീ എന്താ ചെയ്യുന്നത്, നേരത്തെ കറണ്ട് പോകണമെന്ന് പറഞ്ഞില്ലേ, കറണ്ട് പോയിട്ട് തിരിച്ച് വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ഇതുവരെയായിട്ട് വന്നില്ല, ഞാൻ അല്ലാതിരുന്ന് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ എന്തോ ഒരു പണി ഒപ്പിക്കാൻ പോകുന്നതിലേക്ക് നമ്മുടെ ടിയാന് തോന്നുന്നുണ്ട്. എന്നാൽ ടിയാന് നീ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഷെങ് അതിന് റിപ്ലൈ കൊടുക്കുന്നില്ല. അതിനുശേഷം ലൂവിനെയാണ് കാണിക്കുന്നത്. ലൂ ഇപ്പോൾ കഫേ ഇരിപ്പുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ഷീയും കൂടെ വന്നിട്ട് നമ്മുടെ ലൂവിൻ്റെ കമ്പ്യൂട്ടർ വാങ്ങിച്ചിട്ട് അവരുടെ സ്കൂളിലെ ക്യാമറ നോക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് ടീച്ചറിനെ കുറച്ച് പയ്യന്മാരെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരുടെ ആ ഒരു ഫൂട്ടേജൊക്കെ നോക്കുകയാണ്. ആ സമയം ഉടനെ തന്നെ നമ്മുടെ ലൂ ആണെങ്കിൽ ഇത്ര തിരക്ക് പിടിച്ച് ഇതൊക്കെ നോക്കാൻ നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ എനിക്കൊരു ഇത് വരത്തില്ല എന്ന് ഷീയൊക്കെ പറയുന്നുണ്ട്. ആ സമയം ലൂ അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഷീ അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ പരിചയപ്പെട്ടത്, നമ്മളുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കുന്നതെന്ന് പറയാണ്. ആ സമയം അവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ലൂ ആണെങ്കിൽ ഹിസ്റ്ററിയൊക്കെ ഇഷ്ടമുള്ളൊരു പയ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ കോളേജിൽ പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ഒരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാൻ വരികയാണ്. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു പഴയ കാലത്ത് കെട്ടിയൊരു മതിലുണ്ട്. അപ്പോൾ അതിൽ ടച്ച് ചെയ്യരുതെന്നൊക്കെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് 2-3 പയ്യന്മാർ അത് തന്നെ തൊട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയം അങ്ങോട്ട് ലൂ ചെന്നിട്ട് ഇവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് താൻ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അവർ ഇവനോട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ ഷീ വന്ന് അവനെ രക്ഷിക്കുകയാണ്. എന്നാൽ അവർ തമ്മിലൊക്കെ അടിയാവുന്ന സമയത്ത് നമ്മുടെ ലൂവും ഷീയും കൂടെ ഒരുമിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ്. അവിടെയാണ് അവരാദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് ഒരിടത്ത് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പേര് ലൂ ആണ്, എൻ്റെ പേര് ഷീയാണ്, ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെന്ന് ലൂ പറഞ്ഞിട്ട് അവനെ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഞാൻ ഫിസിക്സാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഷീയും പരസ്പരം പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു കുറേ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഷീ ആണെങ്കിൽ എനിക്കൊരു കഫേ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ലൂ ആണെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എന്നെയും കൂടെ എൻ്റെ പാർട്ട്ണറാക്കിക്കൊള്ളാനൊക്കെ പറയാണ്. അതേ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് അവരിപ്പോൾ ഒരുമിച്ചൊരു കഫേ റൺ ചെയ്യാണ്. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിട്ട് തിരിച്ച് പ്രസൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആയതൊന്നും നീ മറന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ ഷീനെ കോൾ ചെയ്തിട്ട് എനിക്ക് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ഷീ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷ് ടീച്ചർ കോൾ ചെയ്തത് ഒട്ടും തന്നെ നമ്മുടെ ലൂവിനെ ഇഷ്ടപ്പെട്ടില്ല. അവൻ പിന്നെയും ജലസാവാണ്. അതിനുശേഷം കാണുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറും ഷീയും കൂടെ ആയിട്ട് ഒരു കടയിലേക്ക് ചെല്ലുന്നതാണ്. അതൊരു ഗിഫ്റ്റ് ഷോപ്പ് പോലത്തെ കടയായിരുന്നു. അങ്ങനെ അവിടെ എത്തി കഴിയുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ മുമ്പ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ആ സമയത്ത് ഞാൻ കുറേ സിഗ്നലൊക്കെ തന്നിട്ടുണ്ട്, എന്നാൽ നീ എന്നെ റിജക്റ്റ് ചെയ്തു, അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ നിന്നെ അങ്ങ് വിട്ടു, ഞാനാണെങ്കിൽ ഒരു പുതിയ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, എനിക്കൊരാളെ ഇഷ്ടമാണ്, അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ടൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം, അതുകൊണ്ട് നിന്നെ കൂട്ടിനെ വിളിച്ചത്, വേറെ ആരെയും കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ആണെങ്കിൽ കുഴപ്പമില്ല ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ഗിഫ്റ്റ് പോകുന്ന സമയത്ത് ഷീ ആണെങ്കിൽ ഇതൊക്കെ ചെക്കന്മാർക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ഒന്നുമല്ല, വേറെ നോക്കാനൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നോക്കി പോയപ്പോൾ ഒരു കപ്പ് ഇരിക്കുന്ന കണ്ടിട്ട് ഇതെന്തായാലും അവന് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടീച്ചർ സെലക്ട് ചെയ്യാണ്. ആ സമയം നമ്മുടെ ലൂവിന് കപ്പ് ഇഷ്ടമാണല്ലോ, അപ്പോൾ നമ്മുടെ ഷീക്ക് ഡൗട്ട് ആവുകയാണ് ഇനി ഒരുപക്ഷേ ടീച്ചറിന് ലൂവിനെ ആയിരിക്കും ഇഷ്ടമെന്ന്. അങ്ങനെ അവനും അവിടെ ജലസാവാണ്. അവിടെ നിന്ന് സീൻ കട്ടാക്കിയിട്ട് പിന്നെ വീണ്ടും ടിയാനെ കാണിക്കുമ്പോൾ ടിയാനിപ്പോൾ അവൻ്റെ ഹോസ്റ്റലിലിരുന്ന് പഠിക്കുന്നുണ്ട്. ആ സമയം നേരത്തെ ഷെങ്ങുമായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മുടെ ടിയാനാണെങ്കിൽ എനിക്ക് വൈകുന്നേരം ഒരു പരിപാടിയുണ്ട്, ഞാനാണെങ്കിൽ നമ്മുടെ എന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന അങ്കിളുടെ വീട്ടിലേക്കൊക്കെ പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനത് ആക്ച്വലി ചുമ്മാ പറഞ്ഞതാണ്, എന്നാൽ ഷെങ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെങ് ഇപ്പോൾ നമ്മുടെ ടിയാൻ അവൻ്റെ ഹോസ്റ്റലിലിരുന്ന് പഠിക്കുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ട് നീയാണെങ്കിൽ അങ്ങൊക്കെ പോയിട്ട് തിരിച്ച് വന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ടിയാനാണെങ്കിൽ ഞാൻ വന്നില്ല, ഞാൻ ഇങ്ങനെ വരുന്നേ ഉള്ളൂ, ഞാനിപ്പോൾ വെസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ എത്തി നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെങ് നീ അവിടെ ഉണ്ടോ, എന്നിട്ട് ഞാൻ എന്താ നിന്നെ കാണാത്തതെന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മുടെ ടിയാനാണെങ്കിൽ ആ ഒരു ഏരിയ വഴി പോകുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഷെങ്ങിന് വീട്ടിൽ ഇരുന്ന് ടിയാനെ മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടിയാനോട് പറയാതെ നമ്മുടെ ഷെങ് ടിയാനെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ ടിയാനാണെങ്കിൽ കള്ളം പറഞ്ഞ് അവിടെ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ കറക്റ്റ് സ്ഥലത്ത് ഓൾറെഡി റിയലായിട്ട് നമ്മുടെ ഷെങ് നിൽപ്പുണ്ട്. അങ്ങനെ ഷെങ് തന്നെ കാണാനായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് നമ്മുടെ ടിയാനാണെങ്കിൽ അപ്പം തന്നെ അവൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി ഷെങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ടിയാനെ കണ്ടതും ഷെങ്ങാണെങ്കിൽ അല്ല നീ ഇതിപ്പോൾ എവിടെ നിന്ന് തന്നെ വന്നത്, നീ ശരിക്കും നീ പറഞ്ഞ സ്ഥലത്തു നിന്നാണോ വന്നേ, അതോ നീ ഹോസ്റ്റലിൽ നിന്നാണോ വന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടിയാൻ മറുപടി എടുക്കുന്നില്ല. ആ സമയം ഷെങ് എന്തോന്നായാലും കുഴപ്പമില്ല, എന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലല്ലോ, നീ പെട്ടെന്ന് എത്തിയല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചു എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങിൻ്റെ കാല് നന്നായിട്ട് ഓക്കെ ആയിട്ടില്ല, എന്നിട്ട് തന്നെ കാണാനായിട്ട് വന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ടിയാനാണെങ്കിൽ ഷെങ്ങിനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഇവർ നിൽക്കുന്ന ഈ വെസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ഹോസ്റ്റലൊക്കെ വരുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ ഇവരിങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മുടെ ഷെങ് നോക്കിയപ്പോൾ അവിടെ ഒരു ഹോസ്റ്റൽ ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിലായിട്ട് ഒരു പയ്യനും പെങ്കൊച്ചും കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മുടെ ഷെങ് അത് കണ്ടിട്ട് ടിയാൻ്റെ അടുത്ത് അപ്പോൾ പറഞ്ഞു കേൾക്കുന്നതൊക്കെ ശരിയായി, ഇവിടെ വരുന്ന മിക്ക പിള്ളേരും ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ വരുന്നത്, അതിനുള്ള സ്ഥലമാണല്ലേ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടിയാനാണെങ്കിൽ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഷെങ്ങിനെയും പിടിച്ചുകൊണ്ട് പോവാണ്. എന്നാൽ നമ്മുടെ ഷെങ്ങാണെങ്കിൽ ആ കിസ് സീൻ കാണാൻ വേണ്ടിയിട്ട് പിന്നെയും തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ടിയാനാണെങ്കിൽ റോഡിൽ നോക്കി നടക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയും പിടിച്ച് തിരിച്ച് അവനെയും കൊണ്ടുപോവാണ്. ഈ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ എന്നെ എങ്ങനെ തള്ളിയിട്ടാൽ നിന്നെ കൊന്നു കളയും, നീയാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം ഞാനെന്തിനാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്, നീയല്ലേ എൻ്റെ ദേഹത്ത് കയറിയിരിക്കുന്നതെന്ന് പറയാണ്. ആ സമയം ഷെങ് അല്ല നീയല്ലേ എന്നെ കൊണ്ടുപോകുന്നത്, അപ്പോൾ എന്നെ തള്ളിയിട്ടാൽ നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടിയാൻ അങ്ങനെ തള്ളിയിടുന്ന പോലെയൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്.
അതിനുശേഷം കാണുന്നത് ഇവർ തിരിച്ച് റൂമിലേക്ക് എത്തുന്നതാണ്. എത്തിയപ്പോൾ ഗാവ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗാവ നമ്മുടെ ഷെങ്ങിനെ കിടന്നു, ഷെങ് നീ ഇത്ര വട്ടം തിരിച്ചു വന്നു, അപ്പോൾ ഇതുകൊണ്ടാണല്ലേ ടിയാൻ ഇവിടെ നിന്ന് സ്പീഡിന് ഓടിപ്പോയതെന്ന് പറയാണ്. ആ സമയം നമ്മുടെ ഷെങ്ങിന് ഉറപ്പാവുന്നുണ്ട് ടിയാനാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്നാണ് തന്നെ വിളിക്കാനായിട്ട് വന്നതെന്ന്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഇവരുടെ കൂടെ താമസിക്കുന്ന മറ്റൊരു പയ്യൻ അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് നേരത്തെ കോൾ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ, അവൻ തിരിച്ചു വരാണ്. അവൻ തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷെങ് നോക്കിയപ്പോൾ അവൻ്റെ ഷർട്ട് നല്ല പരിചയം തോന്നുന്നു. കാരണം നേരത്തെ അവിടെ രണ്ടുപേര് കിസ് ചെയ്യുന്ന കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി ഇവനും ഇവൻ്റെ ഗേൾ ഫ്രണ്ടായിരുന്നു. നമ്മുടെ ഷെങ് ആണെങ്കിൽ ടീഷർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെങ് അത് നീയായിരുന്നല്ലേ, അപ്പോൾ നീയാണല്ലേ സെക്കൻഡ് ഫ്ലോറിൽ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെല്ലാം കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ആ പയ്യനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് ഷെങ്ങിൻ്റെ അടുത്ത് അല്ല നീ എന്തിനാ അങ്ങോട്ട് പോയത്, നീ ആരെയും കിസ് ചെയ്യാനാണോ പോയെന്ന് വെച്ചപ്പോൾ ഷെങ് അങ്ങനെയൊന്നും അല്ലെന്ന് പറയാണ്. ആ സമയം ഗാവും ഷെങ്ങാണെങ്കിൽ ടിയാനെ വെയിറ്റ് ചെയ്ത് നിന്നതാ, ടിയാൻ അവനെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പോയതെന്ന് പറയുന്നുണ്ട്. ആ സമയം ആ പയ്യൻ അങ്ങനെയായിരുന്നു, ഞാൻ വിചാരിച്ചു നീ എന്നെ പോലെ ഡേറ്റ് ചെയ്യുവാണെന്ന്. ആ സമയം ഗാവു ആ പയ്യൻ്റെ അടുത്ത് അല്ല എന്തൊക്കെയാണോ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ആ പയ്യൻ അതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഞാൻ കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ സമയം ഗാവ നമ്മുടെ ഷെങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് അല്ല ടീച്ചർ പറഞ്ഞല്ലേ ഈ സമയത്ത് ഡേറ്റിങ് ചെയ്തുകൊണ്ട് ഇന്ന് കഴിഞ്ഞാൽ നേരെ പഠിക്കാനും മാർക്ക് കിട്ടത്തൊന്നുമില്ല എന്ന്, ഞാൻ അവൻ്റെ അടുത്ത് ഈ ഒരു ഡേറ്റിംഗ് റിലേഷൻ ഇപ്പം മാറ്റി വയ്ക്കാൻ പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷെങ് അത് പറയണ്ട, അവനത് ഇഷ്ടപ്പെടത്തില്ല, അവൻ ചിലപ്പോൾ നിന്നെ അടിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഗാവോ ശരിയാണ്, പക്ഷേ അവൻ എൻ്റെ ഫ്രണ്ടല്ലേ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ആ സമയം ഷെങ് നീ ഇന്ന് കുളിച്ചില്ലല്ലോ പോയി കുളിയിടാന്ന് പറഞ്ഞിട്ട് അവനെയും പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയം നമ്മൾ ടിയാനാണെങ്കിൽ ടിയാൻ്റെ ബെഡ് താഴെ ഷെങ്ങിൻ്റെ ബെഡ് മേലെയായിരുന്നു. അപ്പോൾ രണ്ടും എക്സ്ചേഞ്ച് ചെയ്തു. കാരണം നമ്മൾ ഷെങ്ങിന് മുകളിലിങ്ങനെ ഈ കാലും വെച്ച് കയറിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഷെങ്ങിനോട് താഴത്തെ ബെഡ് എടുക്കാൻ പറഞ്ഞിട്ട് അവനോട് നിർബന്ധിച്ചിരുത്താണ്. ആ സമയം നമ്മൾ ഷെങ്ങാണെങ്കിൽ അത് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടിയാനാണെങ്കിൽ നിൻ്റെ അടുത്ത് ഞാൻ അഭിപ്രായം ചോദിച്ചല്ല ചെയ്യാനായിട്ട് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഷെങ്ങിൻ്റെ ബാൻഡേജ് മാറ്റാറായതുകൊണ്ട് തന്നെ അവൻ്റെ ബാൻഡേജ് മാറ്റിയിട്ട് അവന് വേറൊന്ന് വെച്ച് കൊടുക്കുകയാണ്, ബാൻഡേജിന് പകരമായിട്ടൊരു സംഭവം. അത് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഷെങ് ടിയാനെ തന്നെ നോക്കുന്നുണ്ട്. കണ്ടിട്ട് നമ്മുടെ ഷെങ്ങിന് ടിയാൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടായി തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അതിനുശേഷം രാത്രിയിൽ ഉറങ്ങുകയാണ്. നമ്മുടെ ഷെങ്ങിന് ഒട്ടും ഉറക്കം വരുന്നില്ല. നമ്മുടെ ഷെങ് ടിയാനോടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ആലോചിക്കുകയാണ്. ആ സമയം അവൻ ബ്ലഷായിട്ട് അവനാണെങ്കിൽ ആ ഒരു ബ്ലഷൊന്നും പുറത്ത് കാണിക്കാതെ അവൻ്റെ കവളൊക്കെ പൊത്തി പിടിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ ഷെങ് എഴുന്നേറ്റതും നമ്മുടെ ഗാവോയും ആ പയ്യനും ടിയാനും ഒക്കെ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ ടിയാൻ വന്നിട്ട് ഷെങ്ങിന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് അവിടെ കൊണ്ട് വയ്ക്കുകയാണ്. ആ സമയം നമ്മുടെ ഗാവോയും വന്നിട്ട് എന്താ പെപ്പർ നിനക്ക് വേണ്ടിയിട്ട് കുക്കീസ് ഉണ്ടാക്കി കഴിക്കുമ്പം എനിക്കിവിടെ കുറച്ച് തരാൻ പറഞ്ഞിട്ട് അത് ഷെങ്ങിൻ്റെ കൊടുക്കുകയാണ്. ആ സമയം ആ കുക്കീസിൻ്റെ കൂടെ തന്നെ പെപ്പറാണെങ്കിൽ പെട്ടെന്ന് തന്നെ നീ ഓക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കി നോട്ടും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെങ്ങാണെങ്കിൽ ആ സ്റ്റിക്കി നോട്ട് എടുത്തിട്ട് കുക്കീസ് നീ കഴിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മുടെ ഗാവോയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ബായ് പറഞ്ഞിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് നമ്മൾ ടിയാനാണെങ്കിൽ സമയത്തിന് ഫുഡ് കഴിക്കണം, എഴുന്നേറ്റ് നടക്കരുത്, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ പകുതിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് അല്ലെങ്കിൽ വേണ്ട ഞാനിന്ന് പോകുന്നില്ല, ഞാനിന്ന് നിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെങ് മര്യാദയ്ക്ക് പൊക്കോ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ച് ഇപ്പം തന്നെ വീട്ടിൽ പോകുമെന്ന് പറയാണ്. അങ്ങനെ നമ്മൾ ഷെങ് ഭീഷണിപ്പെടുത്തിയോണ്ട് തന്നെ ടിയാനാണെങ്കിൽ ഷെങ്ങിന് ഒറ്റയ്ക്കിട്ടിട്ട് പോകാൻ മനസ്സില്ലെങ്കിലും അങ്ങ് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ഹീ ആണെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് വരുന്നതാണ്. സ്റ്റാഫ് റൂമിൽ വരുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഷെങ്ങാണെങ്കിൽ വന്നൊന്നും ഒരു അനുസരണേ ഇല്ല. അവന് കാല് വയ്യെങ്കിലും അവൻ സ്കൂളിൽ വരാൻ ഭയങ്കര ആഗ്രഹമാണ്. വീട്ടിൽ നിന്ന് അവൻ ഇപ്പോൾ ഹോസ്റ്റലിൽ വന്നു എന്ന് പറയാണ്. ആ സമയം ഇംഗ്ലീഷ് ടീച്ചർ അയ്യോ അവൻ എന്തിനാണ് വന്നത്, നാളെ തൊട്ട് പിള്ളേർക്ക് ലീവല്ലേ കുറച്ച് ദിവസത്തേക്ക്, അവൻ വരണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് പറയാം. ആ സമയം ഹീ ആണെങ്കിൽ ശരിയാന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോവാണ്. ഈ സമയം അവിടെ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറും ഷീയും മാത്രമേ ഉള്ളൂ. ഈ സമയം നോക്കിയപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ അവൾക്ക് ഒരാൾ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കപ്പ് വാങ്ങിച്ചായിരുന്നു ഗിഫ്റ്റ് കൊടുക്കാൻ. ആ കപ്പ് അവളാണെങ്കിൽ നമ്മുടെ ലൂവിൻ്റെ സീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷീ ആണെങ്കിൽ നിനക്കപ്പോൾ ലൂവിനാണ് ഇഷ്ടമെന്ന് വെച്ചപ്പോൾ ടീച്ചറാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അത് പിന്നെ നമ്മുടെ സ്പോർട്സിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തല്ലേ അതുകൊണ്ട് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സത്യം പറയാതിരിപ്പുണ്ട്. ആ സമയം നമ്മുടെ ഷീ ആണെങ്കിൽ അപ്പോൾ നിനക്ക് അവൻ്റെ അടുത്തല്ലേ ഫീലിങ്സ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടീച്ചർ എനിക്ക് അവനോട് ഫീലിങ്സ്, നീ അവന് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, അവൻ എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടോ എന്ന് നീ ഒന്ന് മനസ്സിലാക്കോ എന്നിങ്ങനെ ചോദിക്കുന്നു. ഷീ അപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ടിയാനയും ഷെങ്ങിനെയൊക്കെ തന്നെയാണ്. നമ്മുടെ ടിയാനൊക്കെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മൾ ഷെങ്ങിന് കഴിക്കാൻ ഫുഡ് കൊണ്ട് കൊടുത്തു. നോക്കിയപ്പോൾ അത് ക്യാൻറ്റീനിലെ ഫുഡായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്നും നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ആ അങ്കിളാണോ ഫുഡ് ഉണ്ടാക്കി തന്നതെന്ന് വെച്ചപ്പോൾ ആ അങ്കിൾ ഇവിടെ ഇല്ല, ഒരു ട്രിപ്പ് പോയേക്കാണ്, ഇത് നിനക്ക് വേണ്ടി ഷീയും ലൂവും കൂടെ അവരെ കഫേയിൽ നിന്ന് ഉണ്ടാക്കി തന്നേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം നമുക്ക് ആ പിള്ളേർക്ക് നേരത്തെ ടീച്ചർ പറഞ്ഞ അടുത്ത ദിവസം തൊട്ട് കുറേ ദിവസത്തേക്ക് ഒരു ലോങ് ലീവായിരുന്നു സ്കൂളിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗാവോയും അവരുടെ കൂടെ മറ്റേ പയ്യനും വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ബായ് പറഞ്ഞിട്ട് പോവാണ്. ആ സമയം ഞാൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണ്ടായിരുന്നു, 2 ദിവസം കഴിഞ്ഞാൽ നീ വീട്ടിൽ വരുമായിരുന്നല്ലോ, പിന്നെ ഞാനെന്തിനാ ഇപ്പോഴേ ചാടി പടച്ച് ഇങ്ങോട്ട് വന്നെന്നുള്ള രീതിയിൽ ഞാനെന്ത് പൊട്ടത്തരമൊക്കെ കാണിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഞാനാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എവിടെ ഇരുന്ന് നീ മിസ് ചെയ്ത പോസ്റ്റൊക്കെ പഠിക്കാതെ തന്നെ ഞാൻ ഉറങ്ങാൻ വിടത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നുണ്ട് വൈകുന്നേരം കഫേയിൽ ഷീയും ലൂവും കൂടെ വർക്ക് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷീ ആണെങ്കിൽ ലൂവിനെ തന്നെ നോക്കിയിട്ട് സ്കൂളിൽ വെച്ചിട്ട് ഇംഗ്ലീഷ് ടീച്ചർ എനിക്ക് ലൂവിൻ്റെ അടുത്താണ് ഫീലിങ്സ്, അവൻ എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ടോ ഇല്ലേ എന്ന് നീ ഒന്ന് മനസ്സിലാക്കി എടുക്കുമോ എന്നിങ്ങനെ ചോദിച്ച കാര്യമൊക്കെ ആലോചിക്കുകയാണ്. ആ സമയം നമ്മുടെ ഷീക്ക് ജലസാവുന്നുണ്ട് നല്ലതുപോലെ തന്നെ.
അതിനുശേഷം പിന്നെയും ഷെങ്ങിനെയും ടിയാനെയും കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ടൈമിൽ ഇവരുടെ ബെഡിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് ഷെങ്ങാണെങ്കിൽ എന്തോ നിഴല് പോകുന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഷെങ്ങ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മൾ ടിയാനെ എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ ടിയാനെ ഷെങ്ങും കൂടെ ആയിട്ട് അവരുടെ റൂമിൻ്റെ ജനലിൻ്റെ പുറത്തോട്ട് നോക്കിയപ്പോൾ ആരും ഓടിപ്പോകുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട്. ആ സമയമാണ് കോറിഡോറിൽ എന്തോ സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഇവർ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിള്ളേരും റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് ഇവിടെ ഒരു കള്ളം വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കേസുണ്ട്, നിങ്ങളാരും പേടിക്കണ്ട, ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ 2-3 പേരൊക്കെ ആയിട്ട് ഒരുമിച്ച് റൂമിൽ കയറി കിടന്നു, വേണമെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾ കിടന്നു, ഇന്നത്തേക്ക് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് ഇൻഫർമേഷൻ എല്ലാം കണ്ടുപിടിച്ചിട്ട് നമ്മളോട്ട് തന്നെ അറിയിക്കും എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ടിയാനും ഷെങ്ങലും ഇതൊക്കെ കേട്ടിട്ട് തിരിച്ച് റൂമിലേക്ക് വരുന്നുണ്ട്. ആ സമയം ഷെങ്ങാണെങ്കിൽ ഉറങ്ങാതെ ബെഡിൽ കയറിയിരിക്കുകയാണ്. ആ സമയം ടിയാൻ അവർ പോലീസിനെ അറിയിച്ചിട്ടുണ്ടല്ലോ, നീ ടെൻഷനാകാതെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞപ്പോൾ ഷെങ്ങ് എന്നാലും എനിക്കൊരു പേടിയുണ്ട്, നമുക്കെണ്ണവർക്കും ഒരുമിച്ച് എൻ്റെ ബെഡിൽ കിടന്നാലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ ടിയാൻ ടെൻഷനാവുന്നുണ്ട്. ആ സമയം നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അന്ന് ഷെങ്ങ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ടിയാൻ്റെ ബെഡിൽ കയറി കിടന്നപ്പോൾ പിറ്റേ ദിവസം ഉറക്കം എഴുന്നേറ്റ സമയത്ത് ടിയാനാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ അതേ ബെഡിലാണ് കിടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ആക്ച്വലി നമ്മുടെ ടിയാനാണെങ്കിൽ ഷെങ്ങിൻ്റെ കൂടെ അന്ന് ആ ബെഡ് ഷെയർ ചെയ്തില്ല. ടിയാനാണെങ്കിൽ ഷെങ്ങിന് ആ ഒരു ബെഡ് കൊടുത്തിട്ട് അവൻ കസേരയിലായിരുന്നു ഇരുന്ന് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഇപ്പോൾ ഷെങ്ങിൻ്റെ കൂടെ കിടക്കാൻ പറഞ്ഞതും അവന് ടെൻഷനാവുകയാണ്, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ കിടക്കുന്നത്. ആ സമയം നമ്മുടെ ഷെങ്ങാണെങ്കിൽ അത് മനസ്സിലാക്കാതെ, നീ അന്നൊരു ദിവസം എൻ്റെ കൂടെ കിടന്നതല്ലേ, പിന്നെ നീ എന്തിനാ ടെൻഷനാവുന്നത്, അന്ന് ഞാൻ അതിനെ ശല്യമൊന്നും ചെയ്തില്ലല്ലോ, കയറി കിടന്നുറങ്ങാനായിട്ട് പറയാണ്. അങ്ങനെ ടിയാനാണെങ്കിൽ അത് എതിർക്കാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷെങ്ങിൻ്റെ കൂടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഷെങ്ങാനും കിടന്നുറങ്ങാണ്. എന്നാൽ ടിയാൻ കുറേ നേരം ഷെങ്ങിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഷെങ്ങുമായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ ആലോചിക്കുന്നുണ്ട്. ഇതും കാണിച്ച എപ്പിസോഡ് എൻ്റെ ആവാണ്. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതരുന്നത്. ബൈ.